ഹലോ നമസ്കാരം. പ്രൈം ടൈം ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരമായ ബാഴ്സലോണ ഒളിമ്പിയാക്കോസ് മത്സരത്തെ പറ്റിയാണ്. അപ്പോൾ ബാഴ്സലോണ ഇന്നലെ 6-1 ഒളിമ്പിയാക്കോസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ബാഴ്സലോണയെ സംബന്ധിച്ചോളം നല്ല റിസൾട്ടാണെങ്കിൽ പോലും ബാഴ്സലോണ പ്രതീക്ഷിച്ച പോലെയാണോ കളിച്ച്, ഇന്നലെ കളി കണ്ട ഒരാളെന്ന രീതിയിൽ ഹാൻസി ഫ്ലിക്ക് പറയുന്ന രീതിയിലാണോ ബാഴ്സലോണ കളിക്കുന്നത് എന്നതിലൊരു ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ ഇന്നലെ അവർ നോർമലി കളിക്കുന്ന പോലെ തന്നെ ഹൈലൈൻ ഇട്ട് തന്നെയാണ് അവർ ബാഴ്സലോണ കളിച്ചത്. അപ്പം ബാഴ്സലോണ 6 ഗോൾ സ്കോർ ചെയ്തു എന്ന് പറയുമ്പോഴും അതിൽ റെഡ് കാർഡ് കിട്ടിയതുകൊണ്ടാണ് ബാഴ്സലോണ അത്ര സ്കോർ ചെയ്തത്. അപ്പോഴാണ് അവരുടെ ഡിഫൻസ് അത്യാവശ്യം നന്നായിട്ട് ഓപ്പൺ ആയത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് റെഡ് കാർഡ് ഇല്ലാത്തപ്പോൾ അവർ മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒളിമ്പിയാക്കോസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ റാഷ്ഫോർഡ് 2 ഗോൾ അടിച്ചു എന്ന് പറഞ്ഞ് റാഷ്ഫോർഡിനെ ഇപ്പം ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പൊക്കി അടിക്കുന്നുണ്ട്. റാഷ്ഫോർഡ് യുണൈറ്റഡിൽ നിന്ന് പോയപ്പം ഗോൾ അടിക്കാൻ തുടങ്ങിയ പ്രൈമിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോൾ അടിച്ചു എന്ന് പറയുമ്പോൾ ഹാൻസി ഫ്ലിക്ക് പറയുന്ന രീതിയിലാണോ റാഷ്ഫോർഡ് കളിക്കുന്നത്? അല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പലപ്പോഴും റാഷ്ഫോർഡ് പ്രസ് ചെയ്യുന്നില്ലായിരുന്നു. അവർ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് റാഷ്ഫോർഡ് ബോൾ എടുക്കുന്നു, അതെല്ലാം ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ബോൾ അവർ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം റാഷ്ഫോർഡ് നന്നായിട്ട് പ്രസ് ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് ഫിർമീനെയും യമാലിനെയൊക്കെ നോക്കിയാൽ ഇന്നലെ കളിച്ച ഡ്രൂ എന്ന് പറയുന്ന ആ പയ്യൻ വരെ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റാഷ്ഫോർഡ് ഒട്ടും പ്രസ് ചെയ്യുന്നില്ല, ഹൈ പ്രസ് ചെയ്യാതെ വരുമ്പോൾ മിഡ്ഫീൽഡ് ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും എറിക് ഗാർസിയയും നമ്മുടെ പൗ കുബാർസിയും ആണെങ്കിൽ പോലും ഓഫ് സൈഡ് ഇടുന്നത് പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. കറക്റ്റ് ലൈൻ വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഫെറാൻ ടോറസും റഫീഞ്ഞയും യമാലും ഫെർമീനൊക്കെ കളിക്കുകയാണ്. നന്നായിട്ട് ഹൈ പ്രസ് ചെയ്യും, നല്ല ഇൻറ്റൻസിറ്റിയിൽ റൺ ചെയ്ത് ഹൈ പ്രസ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ബോൾ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റാഷ്ഫോർഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പം ആ ഹൈ പ്രസ് ഇവരുടെ റെഡി ആവുന്നില്ല ബാഴ്സലോണയുടെ. ഇപ്പോൾ ഒളിമ്പിയാക്കോസ് റെഡ് കാർഡ് കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2-1 അങ്ങനെ ബാഴ്സലോണ 6 ഗോളൊന്നും അടിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം റാഷ്ഫോർഡിന് ഇപ്പോൾ എല്ലാവരും റാഷ്ഫോർഡ് തിരിച്ചു വന്നു അങ്ങനെയൊക്കെ പറയുന്ന അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് റാഷ്ഫോർഡ് കളിക്കുന്നതെങ്കിൽ റാഷ്ഫോർഡ് 20 ഗോൾ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാഴ്സലോണ പെർമനൻ്റായിട്ട് സൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബാഴ്സലോണയുടെ മത്സരത്തിലേക്ക് വരാം. പതിവ് പോലെ തന്നെ യമാലും ഫെർമീനും ഡ്രൂ പുതിയ പയ്യനാണ്, അക്കാദമി പ്ലെയറാണ്, നന്നായിട്ട് കളിച്ചു. ഒരു മോശമല്ലാത്ത കളിയായിരുന്നു പയ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. യമാലും ഫെർമീനും പഴയ പോലെ തന്നെ ഫെർമീൻ ഹാട്രിക് അടിച്ചു. യമാൽ നന്നായിട്ട് ക്രോസ് കൊടുക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ഡ്രിബിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം യമാലിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും യമാൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒളിമ്പിയാക്കോസിന് റെഡ് കാർഡ് കിട്ടിയ പിന്നെ ഒളിമ്പിയാക്കോസ് ഒത്തിരി വൈഡ് ഓപ്പണായി, ഡിഫൻസ് ഓപ്പണായി, മിഡ്ഫീൽഡ് ഓപ്പണായി, എല്ലാം ഓപ്പണായി. അതുപോലെ തന്നെ ഇന്നലെ കസാദോയും നമ്മുടെ പെഡ്രിയും നന്നായിട്ട് തന്നെ കളിച്ചു. ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഇഞ്ചുറി ഒരു കൺസേൺ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റഫീഞ്ഞി ഇല്ലാത്തപ്പോൾ നമുക്ക് ആ മാച്ചിൻ്റെ ഇത് കറക്റ്റായിട്ട് ചില സമയത്തൊക്കെ നമുക്ക് ബോറടിക്കും ബാഴ്സലോണയുടെ കളി കാണുമ്പോൾ. ഇപ്പം ഈ റഫീഞ്ഞിക്കുള്ള സമയത്താണെങ്കിൽ അത്ര ബോറടിക്കില്ല, പ്രസ് ചെയ്യുന്നു, അങ്ങനത്തെ ഇതുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ ബാഴ്സലോണ ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾ റാഷ്ഫോർഡിൽ നിന്ന് ഗോളുകൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലാതെ നന്നായിട്ട് ഹൈ പ്രസ് ചെയ്ത് നല്ല ഇൻറ്റൻസിറ്റിയിൽ റൺ ചെയ്ത് അങ്ങനെയുള്ളതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ കളി കാണുമ്പോൾ ഞാൻ ഹൈ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുക, ബോൾ റിക്കവർ ചെയ്യുക, അങ്ങനെ ഗോൾ സ്കോർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചോളം 6-1 ജയിച്ചു, അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ ചാമ്പ്യൻസ് ലീഗിൽ പോയിൻ്റ് കൂടുതൽ നേടുക, ഗോൾ ഡിഫറൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാഴ്സലോണയ്ക്ക് 3 പോയിൻറ്റ്സ് കിട്ടി, അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 2 മത്സരങ്ങൾ ജയിച്ചു, ന്യൂകാസിലിനെതിരെ ജയിച്ചു, നമ്മുടെ ഒളിമ്പിയാക്കോസിനെതിരെ ഇന്നലെയും ജയിച്ചു. അപ്പോൾ
റാഷ്ഫോർഡാണെന്ന് തോന്നുന്നു എനിക്കിപ്പം ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ 4 ഗോളും കണ്ടടിച്ച്. റാഷ്ഫോർഡ് ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷേ ഹൈ പ്രസ്സിൽ മാത്രം ഹൈ പ്രസ് ചെയ്യുന്നതിൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ എന്ന് തോന്നുന്നു. കിട്ടുന്ന ചാൻസ് എങ്ങനെയും ഫിനിഷ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഇനി എല്ലാവരും ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരും. റഫീഞ്ഞ വരും. അടുത്ത എൽ ക്ലാസിക്കോയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എങ്കിലും എനിക്ക് തോന്നുന്നു വരും മത്സരങ്ങളിൽ, എൽ ക്ലാസിക്കോ കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളിൽ റഫീഞ്ഞ വരും. ലെവൻഡോസ്കി, ഫെറാൻ ടോറസ് ഇച്ചിരി കൂടെ സമയമെടുക്കുമായിരിക്കും. ഫെറാൻ ടോറസും ഡാനി ഓൾമോയും എല്ലാവരും കൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ബാഴ്സലോണയുടെ കളി കാണാൻ ഒബ്വിയസ്ലി നല്ലതായിരിക്കും. പിന്നെ ഈ എറിക് ഗാർസിയ പലപ്പോഴും ചില സമയത്തൊക്കെ ഓഫ് സൈഡ് ഇടുന്നതിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. എറിക് ഗാർസിയ ചില സമയത്ത് സ്കെയർ ആവുന്നുണ്ട്, ലോങ് ബോളൊക്കെ വരുമ്പോൾ സ്കെയർ ആവുന്നുണ്ട്, ലൈൻ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്ന ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും എറിക് ഗാർസിയ 90 മിനിറ്റ്സും റൺ ചെയ്ത് ടീമിന് വേണ്ടി ചത്ത് കിടന്ന് കളിക്കും. അതുപോലെ തന്നെ ബാൾഡെ ആണേലും, ജൂൾസ് കൂണ്ടെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ബോളൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ജൂൾസ് കൂണ്ടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ജൂൾസ് കൂണ്ടയ്ക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ജൂൾസ് കൂണ്ടേനെ പലപ്പോഴും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലോങ് ബോൾ വരുന്ന സമയത്തും പിന്നെ ഇപ്പോൾ ആരെങ്കിലും നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൾസ് കൂണ്ടെ ബോൾ കളയുന്നുണ്ട്, ഡിഫെൻസീവ്ലി മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന് പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഹൈ പ്രസ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഡിഫൻഡേഴ്സിന് ഒബ്വിയസ്ലി മിസ്റ്റേക്കുകൾ വരും. കാരണം അവർ ഇപ്പം മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവർ നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ ഒത്തിരി ബോൾ അവിടെ ലൂസ് ചെയ്യാൻ ചാൻസുകൾ കൂടുതലാണ് ഈ ഹൈ പ്രസ്സിങ് ടാക്ടിക്സ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ജൂൾസ് കൂണ്ടയുടെ ഇതായിട്ട് മനസ്സിലായത്. ഇപ്പം ഇന്നലെ ആണെങ്കിലും ഹൈ പ്രസ് ചെയ്യാത്തതുകൊണ്ട് ജൂൾസ് കൂണ്ടെ ബോളുകൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒളിമ്പിയാക്കോസ് ആയതുകൊണ്ട് അത്ര ഹട്ട് ചെയ്തില്ല ബാഴ്സലോണയെ സംബന്ധിച്ചോളം. അപ്പോൾ എങ്കിലും 3 പോയിൻ്റ് കിട്ടി. ഹാൻസി ഫ്ലിക്ക് ഹാപ്പിയാണ്, 6 ഗോൾ അടിച്ചു. ഗോൾ ഡിഫറൻസ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കുഴപ്പമൊന്നുമില്ല, ബാഴ്സലോണ ജയിച്ചു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം ബാഴ്സലോണയുടെ ഇതെന്താണ്, വരും മത്സരങ്ങളിൽ ഈ ബിഗ് മാച്ചസിലൊക്കെ ബാഴ്സലോണയ്ക്ക് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പം എനിക്ക് അറിയണമെന്നുണ്ട്, ബാഴ്സലോണ ഫാൻസിൻ്റെ ഈ റാഷ്ഫോർഡിൽ നിന്ന് ഈ ഗോളുകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയോ, ഈ ഹൈ പ്രസ് ചെയ്യുന്നൊന്നും വേണ്ടേ എന്നുള്ള എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.